നമസ്കാരം. ഇനി പിണറായിയുടെ ദുഷ്ഭരണം അവസാനിക്കാൻ കഷ്ടി ഒരു 1.25 വർഷം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. മാർച്ച് മാസമായി 2026 ഏപ്രിലോ മെയിലോ ആയിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. എന്ന് വെച്ചാൽ കഷ്ടി ഒരു കൊല്ലത്തിലധികം മാത്രം ബാക്കിയുണ്ട്. അതോടെ 10 വർഷം നീണ്ട പിണറായിയുടെ ദുഷ്ഭരണത്തിന് തിരശ്ശീല വീഴുമെന്ന് നമ്മൾ കരുതുന്നു. CPM നയവും നിയമവും അനുസരിച്ച് പിണറായിക്ക് 75 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഇനി മത്സരിക്കില്ല എന്നാണ് ചില അടിമകൾ കരുതുന്നത്. പക്ഷെ അത് വെറുതെയാണ്. കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷ് പിണറായിക്ക് ഇളവ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ ഒരിടത്തും ഏകാധിപതികൾ അധികാരം ഒഴിഞ്ഞു പോയിട്ടില്ല. അധികാരം എന്ന് പറയുന്നത് പ്രത്യേക സുഖമുള്ള ഒന്നാണ്. ഒരു സംസ്ഥാനത്തെ ഏറ്റവും പവർഫുൾ ആയിരിക്കുന്ന വ്യക്തിയായിരിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല. പോലീസുകാർ അടക്കം സകല സംവിധാനങ്ങളും ഒപ്പമാണ്. അധികാരമുണ്ട്, സകല സുഖങ്ങളുമുണ്ട്. ക്ലിഫ് ഹൗസിൽ നീന്തി കുളിക്കാൻ സ്വിമ്മിംഗ് പൂളും നല്ല പാല് കുടിക്കാൻ ലക്ഷങ്ങൾ മുടക്കിയ കന്നുകാലിക്കൂടും വരെയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അധികാരമില്ലാതെ കഴിയാത്ത പിണറായി വിജയൻ ഈ പദവി ഒഴിഞ്ഞു പോവുകയില്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും സംസ്ഥാന കമ്മിറ്റിയിലേക്കും സൂക്ഷ്മതയോടെ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് പിണറായി തന്നെ പോയി തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് ഈ ഇളവൊക്കെ ചെയ്ത് പിണറായിയെ ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിക്കാനാണ്. പിണറായി മരുമകനിലേക്ക് പദവി മാറിക്കൊടുക്കും എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും വെറുതെയാണ്. ഒരു സ്വേച്ഛാധിപതിക്ക് രണ്ടാമതാണ് മക്കളും മരുമക്കളും ഭാര്യയും ഒന്നാമതായ ആൾ തന്നെയാണ്. അതുകൊണ്ട് പിണറായി എന്ന സ്വേച്ഛാധിപതി അവസാന ശ്വാസം വരെ അധികാരത്തിൽ തുടരാൻ ശ്രമിക്കും. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ജനങ്ങൾ വല്ലാതെ വെറുക്കുന്നു. വലിയ ജനവിരുദ്ധനായി പിണറായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾ വീണ്ടും തെരഞ്ഞെടുക്കുമെന്ന ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. പിണറായി വീണ്ടും അധികാരത്തിലെത്താൻ പല സാധ്യതകളുണ്ട്. ഒന്ന്, CPM പോലെ അടിത്തറയുള്ള CPM പോലെ പിൻബലമുള്ള രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ വേറെയില്ല. ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്തു നോക്കിയാലും എത്ര നശിച്ച ഭരണമാണെങ്കിലും CPM തന്നെയാണ് അടിത്തറ കൂടുതൽ. എല്ലായിടത്തും അവരുണ്ട്. ഈ കഴിഞ്ഞ ദിവസം 30 വാർഡുകളിലേക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൽ 17 നേടിയത് CPM ആണ്. ഈ ഡിസംബറിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം പഞ്ചായത്തുകളും നഗരസഭകളും നേടാൻ പോകുന്നത് CPM ആണ്. CPM അടിത്തറ അത്രമാത്രം ശക്തമാണ്. അതുകൊണ്ട് CPM പൂർണ്ണമായും തകർന്നു പോകുന്ന സാഹചര്യമില്ല. രണ്ടാമത്, കോൺഗ്രസ്സുകാർ അധികാരം കിട്ടുമെന്ന് കരുതി തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുക. ഏറ്റവും ജനകീയനായ ശശി തരൂർ ഒരു മണ്ടത്തരം പറഞ്ഞെങ്കിലും തരൂരിനെ അകറ്റി നിർത്തേണ്ടതില്ല. തരൂരിന് അത്രയും സ്വാധീനം സാധാരണ മനുഷ്യർക്കിടയിൽ വേറെ ആർക്കുമില്ല. പക്ഷെ തരൂരിനെ ഇവർ അടുപ്പിക്കില്ല. രമേശ് ചെന്നിത്തലയാണോ, സതീശനാണോ, തരൂരാണോ, സുധാകരനാണോ, അങ്ങനെ അവർ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുക. കോൺഗ്രസ്സുകാർ മത്സരിക്കുന്നത് ഒരാളെ ജയിപ്പിക്കാനല്ല, ഒരാളെ തോൽപ്പിക്കാനാണ്. ആ കോൺഗ്രസ്സുകാരുടെ ഭിന്നത. പിന്നെയുള്ളത് BJP ആണ്. BJPക്ക് വിജയം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെയില്ല. കേവലം 5% നിന്നും മോദി അധികാരത്തിൽ വന്നതിന് ശേഷം 15% ഉയരാൻ ഇവർക്ക് കഴിഞ്ഞെങ്കിലും അതിനപ്പുറത്തേക്ക് വളരാൻ കഴിയുന്ന സാഹചര്യമില്ല. അവിടെയും അധികാര തർക്കമാണ്. ആരായിരിക്കും പുതിയ BJP പ്രസിഡന്റ് എന്നതുപോലും തീരുമാനിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ശോഭാ സുരേന്ദ്രനെ BJP പ്രസിഡന്റ് ആക്കണമെന്ന് BJP പ്രവർത്തകർ ഒന്നടങ്കം പറയുന്നു. എന്നാൽ നേതാക്കന്മാർ ഒന്നടങ്കം ശോഭാ സുരേന്ദ്രനെതിരാണ്. അതുകൊണ്ട് ആരെയാണ് BJP പ്രസിഡന്റ് ആക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനത്തിലെത്താൻ BJP നേതൃത്വത്തിനും കഴിയുന്നില്ല. കോൺഗ്രസിന്റെയും BJPയുടെയും അവസ്ഥ ഇതാണെങ്കിൽ CPM അത്തരമൊരു ആശയക്കുഴപ്പമൊന്നുമില്ല. അവർക്കൊരു നേതാവേ ഉള്ളൂ, അത് പിണറായി വിജയൻ. ഇതാണ് അവർക്ക് അനുകൂലമായ ഏറ്റവും വലിയ സാഹചര്യം. മാത്രമല്ല, കാലാകാലങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയ തന്ത്രം പുലർത്താൻ പിണറായിക്കറിയാം. അതുകൊണ്ടാണ് പിണറായി അധികാരത്തിൽ തുടരുന്നത്. 2016 ഉമ്മൻചാണ്ടിയുടെ അഴിമതിക്കെതിരെ, സോളാർ അടക്കമുള്ള വിഷയങ്ങൾക്കെതിരെ ജനവികാരം ഉയർത്തി പ്രൊപ്പഗണ്ട രാഷ്ട്രീയത്തിലൂടെയാണ് അധികാരത്തിൽ വന്നത്. അന്ന് മുതൽ മോദി വിരുദ്ധ നിലപാട് പരസ്യമായി എടുത്ത് മോദി വിരുദ്ധ മുസ്ലിം വോട്ടുകൾ ചേർത്ത് പിടിക്കാൻ പിണറായിക്ക് കഴിഞ്ഞു. പിന്നെ കോവിഡ് എന്ന ദുരന്തവും മുസ്ലിം പ്രീണനവും ഒക്കെ 2021 വീണ്ടും ഭരണമുറപ്പിക്കാൻ കാരണമായി. മാത്രമല്ല, കേരള കോൺഗ്രസിനെ കൊണ്ടുവന്ന് ക്രിസ്ത്യൻ വോട്ടും ഉറപ്പിച്ചു. എന്നാൽ ഈ അടുത്ത കാലത്ത് ഈ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ. PV അൻവറിനെ കൊണ്ട് ഈ നാടിനുണ്ടായ ഏക ഗുണം അതാണ്. മുസ്ലിം സമുദായത്തെ വഞ്ചിക്കുകയായിരുന്നു പിണറായി എന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ ഒന്നടങ്കം പിണറായി വിരുദ്ധരായി. അതൊരു മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടുന്നു. ഇനി അത് തിരിച്ചു പിടിക്കാം എന്ന പ്രതീക്ഷ പിണറായിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹിന്ദു പ്രീണനത്തിലേക്ക് പതിയെ പതിയെ പിണറായി മാറുന്നുണ്ട്. വലിയ സൂക്ഷ്മതയോടെയാണ് പിണറായി കരുക്കൾ നീക്കുന്നത്. ഒരു പക്ഷേ BJPയുമായി പരസ്യമായ സഖ്യത്തിൽ ഏർപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. BJP വിരുദ്ധ, ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് പിണറായിയും CPMഉം എടുക്കുന്നത് മുസ്ലിം വോട്ട് ലാക്കാക്കി മാത്രമായിരുന്നു. മുസ്ലിം വോട്ട് കിട്ടാത്ത പശ്ചാത്തലത്തിൽ വെറുതെ അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ട എന്ന് പിണറായി തീരുമാനിച്ചാൽ അതനുസരിക്കാൻ ഇവരെല്ലാം ബാധ്യസ്ഥരാവും. അപ്പോൾ ചിലരെങ്കിലും നെറ്റിച്ചുളിക്കും, BJPയും CPMഉം സഖ്യമോ എന്ന്. എന്തുകൊണ്ട് സാധ്യമല്ല? CPMന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുക. എക്കാലത്തും അവർ പറഞ്ഞതിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട്. കമ്പ്യൂട്ടർ സമരം മാത്രമല്ല, സ്വകാര്യ നിക്ഷേപം, സ്വാശ്രയ കോളേജുകൾ, ഇതാ ഇപ്പോഴത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരെ CPMന്റെ എല്ലാ നിലപാടുകളും അവർ തിരുത്തിയിട്ടുണ്ട്. അവർക്ക് അതിലൊരു ലജ്ജയുമില്ല.
അവരതിൽ കുറ്റബോധമില്ല. അവർ പറയുന്നു ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് അവർക്ക് വളരെ എളുപ്പത്തിൽ അടവ് തന്ത്രം എന്ന നിലയിൽ എന്തു നിലപാട് മാറ്റാം. CPM അങ്ങനെ നിലപാട് മാറ്റിയിട്ടുണ്ട്. എന്തിനേറെ ജനസംഘവുമായി ചേർന്ന് പിണറായി വിജയൻ പോലും മത്സരിച്ചിട്ടുണ്ട് എന്ന തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. CPM സംബന്ധിച്ചിടത്തോളം BJPയോടുള്ള അവരുടെ എതിർപ്പ് എന്ന് പറയുന്നത് അവരുടെ വോട്ടിന് വേണ്ടിയുള്ള ഒരു അടവ് തന്ത്രം മാത്രമാണ്. ഇനി BJPയോട് ചേർന്ന് നിന്നാണ് വോട്ട് കൂടുതൽ കിട്ടുന്നതെങ്കിൽ ആ നിലപാടിലേക്ക് മാറാൻ CPMന് ഒരു നാണവും ഉണ്ടാവില്ല. അതിനനുസരിച്ച് അണികൾ മാറുകയും ചെയ്യും. ഇപ്പോൾ പിണറായിയുടെ നീക്കം അങ്ങനെയാണ്. പരസ്യമായി ഇതൊന്നും സമ്മതിക്കില്ല. ഏതു തരത്തിൽ സഖ്യം എന്നത് രണ്ടാമത്തെ കാര്യം. പരസ്യ സഖ്യമാണോ രഹസ്യ സഖ്യമാണോ എന്നത് രണ്ടാമത്തെ കാര്യം. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശത്രു കോൺഗ്രസ് ആണ്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയും UDF എന്ന സംവിധാനവും BJP ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ അടക്കം വഴിയെ പോയ സകല പ്രതിപക്ഷ നേതാക്കളും ജയിലിൽ അടച്ചിട്ടും പിണറായിയെ തൊടാത്തത്. പിണറായി ഡൽഹിയിൽ പോയി പലതവണ BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പോലും നേരിട്ട് കണ്ട് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അവരുടെ മുഖ്യ ശത്രുവായിരിക്കുന്നിടത്തോളം, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആയിരിക്കുന്നിടത്തോളം കണ്ണടയ്ക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഏത് തരത്തിലുള്ള ഐക്യമാണ് നടക്കുക എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. രണ്ട് സാധ്യത. ഒന്ന്, പരസ്യമായ കൂട്ടുകെട്ട്. പലരും അത് നെറ്റിച്ചൊളിക്കും. പക്ഷേ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ CPMന് അങ്ങനത്തെ ഇച്ഛാഭംഗങ്ങളോ നാണക്കേടോ ഒന്നുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. CPMും BJPയും ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനിക്കുന്നു എന്ന്. അപ്പോൾ സ്വാഭാവികം CPI വിട്ടുപോകും, പോട്ടേന്ന് വയ്ക്കും, മറ്റ് ചെറുകിട കക്ഷികളൊക്കെ ഉപേക്ഷിക്കും. അങ്ങനെ 140 സീറ്റിൽ ഒരു 115-20 സീറ്റിൽ CPMും 15-20 സീറ്റിൽ BJPയും ഒരുമിച്ച് മത്സരിച്ചാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? വലിയ തോതിൽ ഈ സഖ്യം ജയിക്കും. CPMന്റെ അടിസ്ഥാന വോട്ടും BJPയുടെ അടിസ്ഥാന വോട്ടും ചേർക്കുമ്പോൾ ഏതാണ്ട് 50%. 50% ഒന്നും വേണ്ട, 40-45% കിട്ടിയാൽ പോലും വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പരസ്യമായ ഒരു സഖ്യം ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. BJPക്ക് 15-20 സീറ്റ് കൊടുത്താൽ അത് ജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് CPMന് അറിയാം. CPMും BJPയും ഒരുമിച്ച് നിന്നാൽ, ഇന്നലെ വരെ ബഹളം വെച്ചവർക്ക് ഒരുമിച്ച് നിന്ന് വോട്ട് ചെയ്താൽ അവർക്ക് ഇവിടുത്തെ വലിയ തോതിൽ വോട്ട് ശേഖരിക്കാൻ കഴിയും. എന്ന് മാത്രമല്ല, ആ സഖ്യത്തിലേക്ക് കേരള കോൺഗ്രസിനെ നിലനിർത്തുകയും ചെയ്യാം. അപ്പോൾ ക്രിസ്ത്യൻ വോട്ടും ഉറപ്പിക്കും. അതായത് കേരള കോൺഗ്രസും CPMും BJPയും ചേർന്നുള്ള സഖ്യം. കേരള കോൺഗ്രസിന് ഇപ്പോൾ തന്നെ ഒരു BJP ബാന്ധവ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസും CPMും BJPയും ഒരുമിച്ച് നിന്നാൽ അവർക്ക് വിജയം അനായാസം നേടാം. ബാക്കി പ്രതിപക്ഷ പാർട്ടികളെല്ലാം, ചെറുകിട പാർട്ടികൾ അപ്രസക്തമാവും. കോൺഗ്രസും ലീഗും CPIയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്ന് എത്ര പോരാടിയാലും CPM BJP സഖ്യത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. 10-15% വോട്ടുള്ള BJP സഖ്യം CPMനൊപ്പം ചേർന്നാൽ സ്വാഭാവികമായും CPM സഖ്യത്തിനായിരിക്കും വിജയം. CPMും കോൺഗ്രസും കഴിഞ്ഞാൽ ഏറ്റവും അധികം അണികളുള്ള പാർട്ടി BJP ആണ് എന്ന് മറക്കരുത്. ഇനി പരസ്യമായ ഒരു സഖ്യം അത്ര എളുപ്പമായി വരില്ല. അതിന് ചില നൂലാമാലകളോടൊക്കെ പതിയെ അത് സാധ്യമാകും. പക്ഷെ അത്ര എളുപ്പമായി വരില്ല. അങ്ങനെയെങ്കിൽ രഹസ്യ സഖ്യമാവാം. പരസ്യമായി CPM ഒരുമിച്ച് നിൽക്കുന്നു, ചില കക്ഷികളെയൊക്കെ തള്ളുന്നു, എന്നാൽ രഹസ്യമായി അവർ തമ്മിൽ ധാരണയിലെത്തുന്നു. ചിലയിടങ്ങളിൽ CPMനെ BJP സഹായിക്കുന്നു, ചിലയിടങ്ങളിൽ BJPയെ CPM സഹായിക്കുന്നു. അത്തരമൊരു ധാരണ വന്നാൽ അനായാസമായി മുമ്പ് പറഞ്ഞതുപോലെ സംഭവിക്കാം. മുസ്ലിം ഭൂരിപക്ഷ ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് BJPയുടെ സഖ്യമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ മോദി വിരുദ്ധ, BJP വിരുദ്ധ, ഫാസിസ്റ്റ് വിരുദ്ധ പാർട്ടി എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിനെ BJP മന്ത്രിസഭയുടെ ഭാഗമാവാൻ കഴിയുമെങ്കിൽ CPMനും അത് സാധിക്കും. CPMനെ പോലെ ഇലാസ്റ്റിക് പോലെ വഴങ്ങുന്ന ഒരു പാർട്ടിക്ക് എന്തും സാധ്യമാണ്. ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ആരും കൈയൊഴിയേണ്ട. പിണറായി വിജയനെ പോലെ തന്ത്രജ്ഞനായ ഒരു നേതാവിന് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ ഏതറ്റം വരെ പോകാൻ അറിയാം. അതിനനുസൃതമായി ഈ പാർട്ടിയെ മാറ്റിയെടുക്കാൻ അറിയാം. അതിനനുസൃതമായി ഇവിടുത്തെ സാധാരണക്കാരായ പാർട്ടിക്കാരെ പരുവപ്പെടുത്തിയെടുക്കാൻ അറിയാം. എന്തും സംഭവിക്കും. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ പരസ്യമായോ രഹസ്യമായോ BJPയും CPMും ഒരു സഖ്യമുണ്ടാക്കുകയും പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി കസേരയിൽ എത്തുകയും ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ സമയമായിട്ടില്ല.